എനിക്കൊരു പണി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടല്ലേ മനുഷ്യൻ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? അതെ, എന്നിട്ട് പക്ഷെ സംഗതി തിരിഞ്ഞു പോയിന്നുള്ളൂ. നിന്നെ കെട്ടിയതേ എനിക്കൊരു പണിയായി. എന്റെ അച്ഛനെ പറഞ്ഞാ മതി. എന്നെ പെണ്ണ് കാണാൻ ആദ്യം ഏത് കഴുതിയാണ് വരുന്നത് അയാളെ തന്നെ കെട്ടിച്ചു കൊടുക്കണമെന്നായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് കെട്ടിക്കാതെന്താ? അത് തന്നെയല്ലേ സംഭവിച്ചത്. അതെ, നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഈ കണ്ണാടി എങ്ങനെ മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ ഞാൻ നിങ്ങളെ കല്യാണം പോലും കഴിക്കില്ല. എന്താടി കണ്ണാടി വെച്ചാ? ഈ കണ്ണാടി വെച്ച ആണുങ്ങളെ എനിക്ക് കാണുന്ന പോലും കലിയ. ഈ കണ്ണാടി വെച്ചാണ് നിന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നെങ്കിലേ ഞാനും നിന്നെ കിട്ടില്ല. നിങ്ങൾ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട അലവലാതിയാന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ ആദ്യ രാത്രി തന്നെ നിങ്ങൾക്ക് ഞാൻ പാലിൽ വിഷം ചേർത്ത് തന്നേനെ. എങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ ആ വിഷം വാങ്ങിച്ചു കുടിച്ചേനെ. അന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഞാൻ ശരിയാക്കി തന്നെ ശല്യം തുടങ്ങി കുറെ നാളെ. ആരോ വരുന്നുണ്ട്. ഇവിടുത്തെ വഴക്കൊന്നും പുറത്തറിയരുത്. ആളുകൾ വന്നാൽ നമ്മൾ ഡീസന്റ് ആയിരിക്കണം. അയ്യോ സുഖു, എന്ത് പറ്റിയ സുഖു? വീട്ടിലാണ് അച്ഛനമ്മയും തമ്മിൽ പൊരിഞ്ഞ തല്ല്. അയ്യോ ഭയങ്കര പ്രശ്നം. തമ്മി കണ്ട കീരിയും പാമ്പും. ഇവിടെ ആകുമ്പോ രമേശിന്റെ അടുത്ത് നിന്ന് മനസ്സമാധാനായിട്ട് ജീവിക്കാലെന്ന് ഓർത്ത് ഞാനിങ്ങോട്ട് വന്നതാ. നിങ്ങൾ രണ്ടുപേരും പിന്നെ ഭയങ്കര സ്നേഹമാണല്ലോ. അത് ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുമ്പോ ഒരു പരസ്പര ധാരണ വേണം. അതുവരെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഉദാഹരണത്തിന് ഇവളെന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതനുസരിക്കും. തിരിച്ചു മറുപടി ഒന്നും പറയാൻ പോവില്ല. ഇവിടെ എല്ലാ വഴക്കും തുടങ്ങുന്നത് നിങ്ങൾ ഒറ്റൊരുത്തനാ. ഞാൻ എപ്പോഴാണ് വഴക്ക് തുടങ്ങിയത്? ഇന്ന് രാവിലെ വഴക്കുണ്ടാക്കിയില്ല, നിങ്ങളല്ലേ തുടങ്ങിയത്? ഞാനല്ല, നീ കാരണമാണ്. നിങ്ങൾ ഒറ്റൊരുത്തനാ. നിന്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ വഴക്കുണ്ടാക്കിയത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ നിന്റെ നിന്റെ കുടുംബം ഞാൻ തകർക്കോടി. നിങ്ങളുടെ കുടുംബം ഞാൻ തകർക്കും. ഇതിലും മനസമാധാനം എന്റെ വീട്ടിൽ തന്നെയാ. എന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നമില്ല. ഉള്ള മനസമാധാനം മതിയേ. അത് ശരി. അപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നപ്പം അവന്റെ മുമ്പിട്ട് നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുമല്ലേ മനുഷ്യ? നിങ്ങളെ ഞാൻ ശരിയാക്കി ആരോ വരുന്നുണ്ട്. ഇവിടത്തെ വഴക്കൊന്നും പുറത്തുള്ളവരാരും അറിയരുത്. നമ്മൾ അവരുടെ മുമ്പിൽ ഡീസന്റ് ആയിരിക്കണം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. മനസ്സിലായില്ല, ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാ. ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബഹളം കേട്ട പോലെ തോന്നി. അത് ഞങ്ങളിങ്ങനെ ചുമ്മാ ഡിസ്കഷനൊക്കെ ആയിരുന്നു. എന്ത് ഡിസ്കഷൻ? ഇവളുടെ അച്ഛനെ ഈ വരട്ട് ചൊറിയായിട്ട് ആശുപത്രി. അപ്പൊ നമ്മൾ ആശുപത്രി പോകുമ്പോഴേ കാറിന് പോണോ അതോ ഇവളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നടന്നു പോണോ എന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കാറിന് പോകാന്ന്. അപ്പൊ ഇവള് പറഞ്ഞു നടന്നു പോകാം. ഇവള് പറഞ്ഞു നടന്നു പോവാന്ന്, ഞാൻ പറഞ്ഞു കാറിന് പോവാന്ന്. ഓക്കെ 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 ഏതായാലും ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിലുകൾ കിട്ടണം. എന്താ പേരെന്ന് പറഞ്ഞ? ശശി. അതെ. ശശിക്ക് എത്ര മാസം വരുമാനം? 10,000 രൂപ. 10,000 രൂപ. അപ്പൊ ചെലവ് എങ്ങനെ? ചെലവെന്ന് പറഞ്ഞാൽ ഭാര്യ ഉള്ളപ്പോ ഒരു 15,000 രൂപ, ഭാര്യ ഇല്ലെങ്കിൽ 2,000 രൂപ. അത് ശരി. ഇവിടെ കോഴിയുണ്ടോ? കോഴിയുണ്ട്. പൂവന. മിക്കവാറും ഇന്ന് തന്നെ ശരിയാക്കും. വേറെ വല്ല വളർത്തുമൃഗങ്ങളും? ഒരു കൊടിച്ചിപ്പട്ടിയുണ്ട്. ഇഞ്ചക്ഷൻ സമയത്ത് എടുക്കാത്തോണ്ട് ആകെ പേളയിരിക്കും. ഞാൻ അവളെ തല്ലിക്കൊല്ലും. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കോളം അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഹലോ, നിങ്ങൾ എന്താ മനുഷ്യനെ വിളിച്ചത്? കൊടിച്ചിപ്പട്ടിനാ? കൊടിച്ചിപ്പട്ടിയെ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്നവരാ. എന്റെ വീട്ടുകാര് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഞാൻ കൊല്ലും മനുഷ്യൻ. നാളെ ഞാൻ സഹിക്കുന്നു. എന്റെ ഫയല്. മഹാഭാവികളെ, 2 മാസമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നശിപ്പിച്ചത്. അതെ, ഇവളുടെ അച്ഛനെ കാണാൻ കാറിൽ പോണോ നടന്നു പോണോ എന്നുള്ള ഡിസ്കഷൻ എടുക്കുക അബദ്ധം പറ്റിപ്പോയതാ. ഇനി നിങ്ങൾ കാറിലും പോണ്ട നടന്നും പോണ്ട, പിന്നെ ജീപ്പ് വരും. ഏത് ജീപ്പ്? പോലീസ് ജീപ്പ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാ പോലീസുകാർ ആരും ഇല്ല അവിടെ. പിന്നെ അവരൊക്കെ എവിടെയാ? അവരൊക്കെ ടാർഗറ്റ് വെക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയിരിക്കല്ലേ വണ്ടി പിടിക്കാൻ. നിയമം നിയമമായിരിക്കണം. അത് എസ് പീതാംബരൻ നിർബന്ധമാണ്. മനസ്സിലായി സർ. എടാ ഇതാണടാ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷം. എടാ തൊപ്പി, വെള്ള ഷർട്ട്, വെള്ള പാന്റ്. മനസ്സിലായി സർ. പക്ഷെ നമ്മൾ ഈ ലോക്കൽ ഡ്രൈവർമാർക്ക് ഇതാ ഒരു ശീലം. ശീലം ഇതാണ് കുഴപ്പം സാറേ. നമ്മളാണ് ഇവർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. എന്റെ അടുത്ത് ഈ പണിയും നടക്കത്തില്ല. നിയമം നിയമമായിരിക്കണം. മനസ്സിലായടാ? മനസ്സിലായി സർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? നിന്നെയൊക്കെ നിയമം പഠിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് മാറിയില്ലടാ. സാറേ, ദേ ഒരു കോള്. ഹെൽമെറ്റ് വെക്കാണ്ട് ഒരുത്തം വരേ.
എവിടെ വാടാ, ഇങ്ങോട്ട് വാടാ, ഇവിടെ വാടാ, ഇവിടെ നിക്കടാ. എവിടെടാ ഹെൽമെറ്റ്? ഹെൽമെറ്റാ എന്തിന്? എടാ നിയമം നിയമമായിരിക്കണം. ബൈക്ക് യാത്രക്കാർക്ക് കൃത്യമായി തലയിൽ ഹെൽമെറ്റ് വേണമെന്നറിയാമോ? അത് തന്നെ എനിക്ക് സാറിനോട് പറയാം. നിയമത്തിന്റെ വഴി കൂടി പോണം. ഏ? എന്റെ പൊന്നു സാർ, ഒരു ബൈക്ക് യാത്രക്കാരന് പുറകിലെ സീറ്റിൽ നിന്ന് യാത്ര ഹെൽമെറ്റിന്റെ ആവശ്യമുണ്ടോ? അതാവശ്യമില്ല. അപ്പൊ എനിക്ക് എന്തിനാ ഹെൽമെറ്റ്? ഞാൻ ബൈക്കിന്റെ പുറകിലെ സീറ്റിൽ നിന്നല്ലേ യാത്ര ചെയ്യണത്. ഓ, ശരിയാ. ഇങ്ങട് വന്നേ. നിയമത്തിന്റെ വഴി കൂടി പോണം, മനസ്സിലായി? അന്ന് പോട്ടെ സാറേ. ദേ, എടുത്തോണ്ട് പോടാ, 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 പോടാ. നമ്മുടെ നിയമത്തിനൊക്കെ എന്തോരം പഴുതുകളുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയല്ലേ? ശരിയാ. ഡേയ്, സാറേ എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? ശ്ശേ. എടാ നിന്നെ ഞാൻ ഇന്ന് നിയമം പഠിപ്പിക്കാതെ വിടുന്ന പ്രശ്നമില്ല. സാറേ, ദേ രണ്ട് യുവമിഥുനങ്ങള്. എവിടെ? അവരുടെ വരവത്ര പന്തിയല്ലല്ല. വാടാ വാടാ, നിന്റെ മിഥുനം ഞാൻ ഇന്ന് കർക്കിടകമാക്കി തരാടാ. ഇവിടെ വാടാ. ഇങ്ങട് ഒന്ന് വാടാ. നിർത്തടാ ഇവിടെ. ഇവിടെ വരാ. എവിടെ പോയടാ? ഹണിമൂൺ എവിടെ? ഹണിമൂൺ ഹാ പറയുമ്പോ എന്താ ഒരു ഹണിബിയുടെ മണം? ഒരു സ്പ്രേ അടിച്ചേ സാറേ. ഇപ്പോഴത്തെ സ്പ്രേക്കൊക്കെ ഹണിബിയുടെ മണമാണല്ലേ? എന്താ അതിന്റെ പേര്? ഹരിഹരൻ നിന്റെ ഭാര്യയുടെ പേരെന്താടാ? ഹേമലത. അയ്യോ, ഇവ വെള്ളം അടിച്ചിട്ടുണ്ടോ? എന്റെ അരികരെ സുധീരാണ് സാറേ. വെള്ളം അടിച്ചിട്ടില്ലേ സാറേ? ഊതറ. സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ലേ സാറേ? എടാ നീ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തെളിയിക്കാം. ഊതറ. അയ്യാടാ, എന്തൊക്കെയായിരുന്നു? ഹരിഹരൻ, ഹേമലത, ഹരിഹര, സുധരാറ്റ, ഇടിയനാടല്ലേ നിനക്കിട്ട്? എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. പെണ്ണുമുള്ള എന്നെ നിയമം പഠിപ്പിക്കാൻ പറ്റരുത്. നിയമത്തിന്റെ വഴിക്ക് മാത്രം സഞ്ചരിക്കുന്ന SI പീതാംബരനാണ്. നീ ഊതിയപ്പോ മനസ്സിലായടാ നീ മദ്യപിച്ചിട്ടുണ്ടെന്ന്. എന്റെ പൊന്ന് സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല. ഈ മിഷൻ കംപ്ലൈന്റ് ആണ്. ദേ. അതിന് സംശയമുണ്ട്. എന്റെ ഭാര്യനെ കൊണ്ടൊന്ന് ഊതിപ്പിച്ച് നോക്കിക്കേ. ഒന്ന് ഊതിയ പെണ്ണുമുള്ള. ഊതടി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ മിഷൻ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞില്ലേ? ശരിയാ സാറേ, മെഷീൻ കേടാ. അല്ലെങ്കിൽ പിന്നെ പെണ്ണൂതുമ്പോ വിസിലടിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ സോറി പെങ്ങളെ, അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ നിയമത്തിന്റെ വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം. പൊയ്ക്കോളൂ. ശരി, ഓക്കെ. ഇത് പിടി. ഓ, എന്തു കുലീനതയുള്ള യുവമിഥുനങ്ങൾ. എടി ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ഞാൻ 2 പേക്ക് അടിക്കുമ്പോ നീയും കൂടി 2 പേക്ക് അടിക്കണമെന്ന്. ഇപ്പൊ 2 പേക്ക് അടിച്ചപ്പോ നിനക്ക് അതിന്റെ പ്രയോജനം മനസ്സിലായില്ലേ? ഇതാ പറയുന്നത്, ആദ്യത്തെ പേക്ക് കഴിക്കും, പിന്നെ മതിരിക്കും. പൊന്നു സാറേ, എന്നെ കുറെ നേരമായാലും ഇവിടെ പിടിച്ച് നിർത്തിയേക്കണേ. ഇനി ഞാൻ വീട്ടിലോട്ട് പോക്കോട്ടെ സാറേ. എടാ നിയമം മുഴുവൻ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്നെ വിടൂ. എടാ നിനക്കറിയോ ഒരു ടാക്സിക്കാരെ എങ്ങനെയായിരിക്കണം, ഒരു ടാക്സിക്കാരെ എന്തായിരിക്കണം ഒരു ടാക്സിക്കാരന്റെ യൂണിഫോം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടേ വിടൂ. അതാണ് എന്റെ പണിഷ്മെന്റ് നിനക്കുള്ള. സാറേ, നമുക്ക് പണി ഉണ്ടാക്കാൻ ദേ ഒരു ടൂറിസ്റ്റ് ഒമിനിമാൻ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വാടാ. നീ പേടിക്കണ്ട, നിനക്ക് കൂട്ടായിട്ട് ഒരുത്ത ഇതിനകത്തിരിപ്പുണ്ട്. യൂണിഫോം ഇടാത്ത ഒരു ടാക്സി ഡ്രൈവർ. വിളിക്കട്ടെ? തുറക്കടാ. ഗുഡ് മോർണിംഗ്. വാട്ട് ഈസ് ദ പ്രോബ്ലം സർ? എന്റെ പൊന്നോ, ഞാൻ എന്തായി കാണുന്നേ? ഇത് കണ്ടാടാ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ. സോറി, ഐ ആം സോ ലേറ്റ് സർ. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂണിഫോം ധരിച്ച ക്ലിയർ ആയിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറെ കണ്ടുപിടിക്കടാ. ഇവനെ പോലുള്ള അച്ചടക്കമില്ലാത്ത ടാക്സി ഡ്രൈവർമാർക്ക് താങ്കൾ എന്നും ഒരു മാതൃകയായിരിക്കും. പ്ലീസ് സാർ, ഇറങ്ങി വരണം സാർ. എനിക്ക് അല്പം ബിസി ഉണ്ട്, അതുകൊണ്ട്. അയ്യോ, ഹലോ മിസ്റ്റർ, പ്ലീസ് മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇറങ്ങി വരും. ഒരു നല്ല കാര്യത്തിനല്ലേ? ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ സർ. ഇപ്പൊ എനിക്കൊരു കൂട്ടായില്ലേ സാർ? അയ്യോ എന്റെ കാർ കൊണ്ടുപോകുന്നേ, എന്റെ കാർ കൊണ്ടുപോകുന്നേ, ഓടിവായോ എന്റെ കാർ കൊണ്ടുപോകുന്നേ, നാട്ടുകാരെ ഓടിവായോ എന്റെ കാർ കൊണ്ടുപോകുന്നേ, എന്റെ കാർ കൊണ്ടുപോകുന്നേ. മൈ ഗോഡ്, എന്താണ് ഞാൻ ഈ കാണുന്നത്? നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന SI പീതാംബരന് മുമ്പിൽ കൊള്ളയോ? ഇത് ഞാൻ അനുവദിക്കില്ല. കമോൺ.
എടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിങ്ങളെ. കാറ് മോഷ്ടിച്ചിട്ട് കാറ് മോഷ്ടിക്കലടാ ഇല്ല സാറേ എടുത്തിട്ടില്ലേ തന്റെ ആണോടോ കാറ്? അതെന്റെ കാറ്. SI പീതാംബരം ഉള്ളിടത്തോളം കാലം ദേ ഇവിടെ ഒരു കാറ് ഒരുത്തനും മോഷ്ടിച്ചോണ്ട് പോവാൻ ഞാൻ അനുവദിക്കില്ല. തന്റെ കാർ എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു സാർ. എന്റെ കാറ് കിട്ടി, ഭാഗ്യം. പർച്ചേസിന് പോയപ്പോൾ എന്റെ ടിൻറ്റുമോൻ പറഞ്ഞായിരുന്നു ഇത്രയും ഒരു കാറ് മേടിച്ചോണ്ട് വരണമെന്ന്. ഇതില്ലാതെ ചെന്നിരുന്നെങ്കിൽ അവൻ എന്റെ ഊപ്പാട് വരുത്തിയേനെ. ഈ കാറായിരുന്നാ? ഇതാണ് കാറ്. നിയമത്തിന്റെ ഓരോരോ പഴുതുകളെ. അയ്യോ